നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. കർമ്മഫലം എന്ന വാക്കിന് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. കർണന്റെ രഥചക്രം നിലത്തു കുടുങ്ങിയപ്പോൾ അദ്ദേഹം രഥത്തിൽ നിന്ന് ഇറങ്ങി അത് ശരിയാക്കാൻ തുടങ്ങി. ആ സമയം അദ്ദേഹം നിരായുധനായിരുന്നു. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് കർണനെ അസ്ത്രം കൊണ്ട് വധിക്കാൻ ആജ്ഞാപിച്ചു. അർജുനൻ ഭഗവാന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് കർണനെ ലക്ഷ്യമാക്കി അമ്പുകൾ എയ്തു. കർണൻ നിലത്തു വീണു. മരണത്തിനു മുൻപ് നിലത്തു വീണ കർണൻ ശ്രീകൃഷ്ണനോട് ചോദിച്ചു, ഇതാണോ ഈശ്വരൻ? നീ ദയയുള്ളവനാണോ? ഇതാണോ നിന്റെ ന്യായമായ തീരുമാനം? നിരായുധനായ ഒരാളെ കൊല്ലാനുള്ള ഉത്തരവ്? ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അർജുനന്റെ പുത്രൻ അഭിമന്യുവും ചക്രവ്യൂഹത്തിൽ നിരായുധനായിരുന്നു. എല്ലാവരും ചേർന്ന് അവനെ ക്രൂരമായി കൊന്നപ്പോൾ നീയും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയായിരുന്നു കർണ നിന്റെ അറിവ്? ഇത് കർമ്മഫലമാണ്. ഇതാണ് എൻ്റെ നീതി. ഇന്ന് നമ്മൾ ആരെയെങ്കിലും വേദനിപ്പിക്കുകയാണെങ്കിൽ, ആരുടെയെങ്കിലും ബലഹീനതകൾ മുതലെടുക്കുകയാണെങ്കിൽ, ഭാവിയിൽ അതേ കർമ്മം നമുക്കായി കാത്തിരിക്കും. അതാണ് കാവ്യനീതി. ചെയ്യുന്ന കർമ്മങ്ങൾ നന്മയുടേതാണെങ്കിൽ അതേ നന്മകൾ നമ്മെ തേടി വരിക തന്നെ ചെയ്യും. അതെ, നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും വിവേകത്തോടെയാകട്ടെ. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.